ശരി. ജെയ്ഷെ മുഹമ്മദ് നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന് കൃത്യമായ മറുപടി ഇന്ത്യ കൊടുത്തു. 9 ഭീകര താവളങ്ങളാണ് ഇന്ത്യ തവിട് പൊടിയാക്കിയത്. പിന്നീട് നൂർഖാൻ എയർബേസ് തൊട്ടപ്പോഴാണ് അമേരിക്ക പറഞ്ഞ് മതി നിർത്തിക്കോ, ഇനി തുടങ്ങിയവന്മാരും പാകിസ്ഥാൻ മൊത്തം അടിച്ചു തീർത്ത് കളയും എന്ന് പറഞ്ഞിട്ടാണ് അവസാനിപ്പിച്ചത്. ഇപ്പോ ജെയ്ഷെ മുഹമ്മദ് പറഞ്ഞതുകൊണ്ട് ആരും ഫണ്ട് കൊടുക്കുന്നില്ല, ഭീകര താവളങ്ങൾ വീണ്ടും കെട്ടിപ്പൊക്കണം. അപ്പോൾ ഫണ്ട് കൊടുക്കാത്തതുകൊണ്ട് പുതിയ പേരിൽ ഇറങ്ങിയിരിക്കുകയാണ്. എന്നിട്ട് രാജ്യങ്ങളുടെ മുമ്പ് പോയി തെണ്ടാൻ തുടങ്ങിയിരിക്കുകയാണ്. തെണ്ടുന്നത് പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് ആഹാരം കൊടുക്കാനോ അല്ലെങ്കിൽ അവിടുത്തെ വികസനത്തിനോ ഒന്നുമല്ല, ഭീകര താവളങ്ങൾ വീണ്ടും പുനർനിർമ്മിക്കാനുള്ള ഫണ്ടിനായി തെണ്ടുകയാണ്. ഇതെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് ഇപ്പുറത്ത് ഇന്ത്യ ഇരിപ്പുണ്ട്. ഇത് കെട്ടി വരുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് പണി കൊടുക്കൂ. നല്ല ഉറപ്പില്ല, ഇപ്പം നിരീക്ഷിച്ചല്ലേ മതിയാവത്തുള്ളൂ. കാരണം ഭീകര കേന്ദ്രങ്ങൾ, പഴയ ഭീകര കേന്ദ്രങ്ങൾ അവർ പണിയുന്നില്ലാന്ന് തീരുമാനിച്ചു, കൂട്ടി. ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിരിച്ചുകൊണ്ട് കാര്യം പറയുന്നെങ്കിലും ഇസ്രായേലിന് പോലും സാധിക്കാത്ത രീതിയിലുള്ള ഒരു ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നു. കാരണം 7 ലെയർ പ്രതിരോധ സംവിധാനത്തിനകത്തിരുന്ന ആണ് ഇതെല്ലാം ഈ നമ്മൾ 9 ഇടത്ത് തകർത്ത ഭീകര കേന്ദ്രങ്ങളും ഇരുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രൊട്ടക്ഷൻ ഭയാനകവും ഭീകരവുമായിരുന്നു. കാരണം 7 ലെയർ സംവിധാനം. ഞാൻ ചില കോളനിക്കകത്തൊക്കെ ചെന്ന് കയറാൻ പറ്റത്തില്ലെന്ന് പറയത്തില്ല. അതുപോലെ തന്നെ അവരുടെ ഒരു സംരക്ഷണം, 1st ലെയർ 2nd ലെയർ, ഇങ്ങനെ മദ്രസകൾ, അത് കഴിഞ്ഞിട്ട് പള്ളികൾ, അത് കഴിഞ്ഞിട്ട് സൈന്യത്തിൻ്റെ. അപ്പം അതിനകത്ത് ഒരു രീതിയിലും കയറാൻ പറ്റത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരു കെട്ടിടം മാത്രം. ഇത് അടിക്കണമെങ്കിൽ നമുക്ക് ബോംബിടാൻ പറ്റും, ഒരു രാജ്യത്തിന് ബോംബിടാൻ പറ്റുമ്പോൾ എന്ത് ചെയ്യും? ഇവന്മാരുടെ ഉദ്ദേശം എപ്പോഴും എങ്ങനെയാണെന്നുള്ള കാര്യം അറിയാം. നമ്മൾ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പോർവിമാനങ്ങളുടെ കൂടെ ഈ മറ്റേ ആളുകളെ കയറ്റി വിമാനം പറത്തി വിട്ടു, എന്നിട്ട് നമ്മളെ ആക്രമിക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ നമ്മൾ ആക്രമിക്കുമ്പോൾ പോർവിമാനം, എന്നിട്ട് പറയാമല്ലോ നമ്മൾ ആൾക്കാരെ കൊണ്ട് പോയ വിമാനം മനഃപൂർവ്വം ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ യാതൊരു കമ്മിറ്റ്മെൻറ്റും മാനുഷിക പരിഗണനയും ഇല്ലാത്തൊരു രാജ്യം. അപ്പം അവർ ഇതിൻ്റെ ഇടയ്ക്ക് കൊണ്ട് വെക്കുമ്പോൾ നമ്മൾ ഇവനെ തകർക്കാൻ വേണ്ടി ബോംബിടുമ്പോൾ അവന്മാർ വിചാരിക്കുന്നത് അവർ മാത്രമല്ലല്ലോ തകരുന്നത്, സിവിലിയൻസ് കൂടെ വരത്തില്ല. അപ്പോൾ അതൊരു ആക്ഷേപമാക്കാം. പക്ഷെ ഈ പറയുന്ന കേന്ദ്രങ്ങളാണ് നമ്മുടെ വെടിയുണ്ട കയറി പോകുന്ന ഒരു സിസ്റ്റം അറിയാം. നമ്മൾ ഇവിടെ വെടി വെച്ചാൽ ഇവിടെ ഒന്നും കാണത്തില്ല, അകം തുറന്ന്, എന്ന് വെച്ചാൽ അവിടെ വീണിട്ട് ആ സ്പോട്ടിൽ മാത്രം എന്നിട്ട് വരെ ഒമ്പടത്തും പറ്റി. അതായത് അത് ലോകത്തിന് തന്നെ അതിശയമായി പോയി. ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള ടാർഗറ്റ് ചെയ്തിട്ടും ആ പോയിന്റ് സ്പോട്ട് ചെയ്തുള്ള ഓപ്പറേഷൻസ്. അപ്പോൾ ഇവന്മാർ മന്ത്രബുദ്ധികളും കൂടെ ആണല്ലേ, തലയ്ക്കകത്ത് ആൾ താമസമുള്ളവന്മാരേ അല്ല ഈ ഭീകരന്മാരെന്ന് പറയാം. അല്ലെങ്കിൽ ഇവന്മാർ വല്ലവരും പറയുമോ ഇതിനകത്ത് ഏറ്റവും വലിയ രസം നമുക്ക് പറഞ്ഞുകൂടാത്തതുള്ള ഇവന്മാർക്ക് ഇവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോഴാ വലിയ കല്യാണവും 68 പെണ്ണുങ്ങളെയും ഒക്കെ കിട്ടുമെന്ന് പറയുന്നത്. ഹൂത്തികളൊക്കെ ഉണ്ട്, ഹൂറികൾ. എനിക്കിതിനെ പറ്റി ഹൂറികൾ. അപ്പോൾ ഒരു പ്രാവശ്യം ഞാനിത് വായിച്ചത് അവരുടെ അടുത്ത്. അപ്പോൾ രണ്ടവന്മാർ ഈ ഓപ്പറേഷന് പോവാ, പൊട്ടിത്തെറിക്കാൻ പോവാ, എൻ്റെ പൊന്ന് തന്നെ. എന്നിട്ട് അവന്മാർ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഇരുമ്പി അട്ടയം കിട്ടും, അത് ജെട്ടിക്ക് വരും. കാരണം പൊട്ടിത്തെറിച്ച് അവിടെ ചെല്ലുമ്പം, കാരണം ഈ ഊറികൾ 68 പേരുണ്ടല്ലോ, അപ്പോൾ ഇത് എൻ്റെ ഉപയോഗത്തിലുള്ള സാധനം പുള്ളി സംരക്ഷണം പൊട്ടിത്തെറിക്കാൻ പോകുന്നവന് ഇരുമ്പേട്ട. അപ്പോൾ അത്രയ്ക്കുള്ള ബുദ്ധിയെ ഇവന്മാർക്കുള്ളതെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ ബുദ്ധി ഉണ്ടാവില്ല ഇവന്മാർ മൊത്തവും അത്രയ്ക്കുള്ള ബുദ്ധിയുള്ളൂ. മൊത്തത്തിൽ പൊട്ടിത്തെറിക്കുന്നവന് ഇരുമ്പേട്ട ഇട്ട മാനസികാവസ്ഥയുള്ളവന്മാരെ ഇപ്പോൾ ഇവിടുന്ന് മാറ്റി വേറെ എവിടെയെങ്കിലും മാറ്റിയാൽ ഒരു പ്രാവശ്യം ഇന്ത്യക്ക് കാണാൻ പറ്റത്തില്ലെന്ന് അവന്മാരെ. ഒട്ടോപ്പക്ഷിയുടെ സ്വഭാവം, ഒട്ടോപ്പക്ഷി കാണാതിരിക്കാൻ ചെല്ലുന്ന പരിപാടി എന്ന് പറയാം. അതിൻ്റെ തല കൊണ്ടൊന്ന് മണ്ണിനകത്ത് വെച്ചു. പൂച്ച അതുപോലെ പാല് കുടിക്കുന്ന ആരും കാണുന്നില്ല, കണ്ണു അടച്ചുകൊണ്ട് കുടിക്കും. ഇവന്മാരെ ഒരു പ്രാവശ്യം നമ്മളെ ഈ പറഞ്ഞു വരുമ്പം ആക്രമണത്തിന് ശേഷം ഇവന്മാർ പല സൈനിക സംവിധാനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി. അന്നേരം ഇവിടെ ഇന്ത്യ എന്നിട്ട് നമ്മുടെ പട്ടാളം പറഞ്ഞ് എങ്ങോട്ട് മാറ്റണ്ട, ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്ക് വലിയ സംവിധാനത്തിൽ നിൽക്കുക ഇന്ത്യ. നമ്മുടെ ഉപഗ്രഹ ചാനലും ഇവന്മാർ വിചാരിക്കുന്നതൊന്നുമല്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇതെല്ലാം ഒരു പിരിവാണ്. ഗാസയിൽ അറിയാമല്ലോ, ഇസ്രായേലിനെ ചെന്ന് ചൊറിയും, ഇസ്രായേലിന്റെ നിലനിൽപ്പിന് വേണ്ടി ആക്രമിക്കും. എന്നിട്ട് ആ ആക്രമണത്തിന്റെ മറവിൽ, ആ ആക്രമണം നടക്കുന്നത് പോലും അല്ല ഫോട്ടോഷൂട്ടിൽ വരുന്നത്. ഫോട്ടോഷൂട്ടുമാർ ക്രിയേറ്റ് ചെയ്തിട്ട് ഫോട്ടോഷൂട്ട് നടത്തിയിട്ട് നാട് നീളം നടന്ന് പിരിക്കും. ഈ പിരിക്കുന്ന പൈസ ഗാസയ്ക്കല്ല, ഇവന്റെ കുടുംബത്തിന് വേണ്ടിയാണ്. അതുപോലെ തന്നെയാണ് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഇവിടെ നടന്ന ആക്രമണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇവർക്ക് വലിയ പരിവേഷ ഓർഡറുള്ള ഈ സാധാരണ ജനങ്ങൾക്കിടയിൽ ഭീകരവാദികൾ നമ്മൾ വിളിക്കുന്ന അവിടുത്തെ വലിയ മതമേലധ്യക്ഷന്മാരുടെ പരിവേഷവും അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള പരിവേഷമുണ്ട്. അപ്പോൾ അവർക്ക് അപകടം പറ്റി, അല്ലെങ്കിൽ ആ കേന്ദ്രങ്ങൾ തകർന്നു പറഞ്ഞ് ഫണ്ട് പിരിക്കാൻ പറ്റും. ആഗോള ഫണ്ട് വരുന്നതിനാവശ്യമായ, അല്ലെങ്കിൽ മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൻ്റെ ഈ പേര് മാറ്റുന്നതിന് 1-2 കാര്യമുണ്ട്.
ഈ മറ്റേ പേരിൽ നിൽക്കുമ്പം ഈ പറയുന്നത് പോലെ അല്ലെങ്കിൽ ബാനുള്ള ജെയ്ഷെ മുഹമ്മദ്, അപ്പോൾ അതിന് പേര് മാറ്റിയിട്ട് വേറെ രീതിയിൽ അല്ലെങ്കിൽ ജെയ്ഷെ മുഹമ്മദിന് ഫണ്ട് അതും തെറ്റാ. ഫണ്ട് ലീഗലി വരുന്നത് അല്ലെങ്കിൽ ഇതുപോലെ പരസ്യമായിട്ട് ഒരു ചിലർക്കൊക്കെ കൊടുക്കാൻ പറ്റും, ഇന്നതാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കൊടുക്കുന്നതാണ്. ഇതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ മനസ്സിലാവുന്നുണ്ട്. IMF ഒക്കെ ഫണ്ട് കൊടുക്കുന്നത് അറിഞ്ഞുകൊണ്ടല്ലേ? അപ്പൊ IMF പിന്നെന്തോ അറിഞ്ഞുകൊണ്ട് ഫണ്ട് കൊടുക്കുന്നത്? അത് എന്തോ ഫണ്ടാ കൊടുക്കുന്നത്? J-17 വിമാനം എങ്ങനെ അമേരിക്ക അവിടെ കൊടുത്തത്? ഭീകരവാദത്തിന് എതിരെ പ്രവർത്തിക്കുന്നതിന് വേണ്ടി പാകിസ്ഥാന് J-17 വിമാനം കൊടുത്തപ്പോൾ പറഞ്ഞ ന്യായവത ഈ മനസ്സിലായി. അതായത് പാകിസ്ഥാനെ പ്രൊമോട്ട് ചെയ്യാൻ, നമ്മളെ അടിക്കാൻ ന്യായം പറയുമ്പോൾ പൊതുജനത്തിനടുത്ത് പറഞ്ഞ അവിടെ അവന്മാരെ വിമാനം എന്തിനാ ഉപയോഗിക്കുന്നത്? ഭീകരരുടെ അടവെച്ച് വിരിക്കുന്ന രാജ്യം ഇപ്പൊ തന്നെ പാകിസ്ഥാൻ. ഇപ്പൊ തന്നെ സൈനിക ബംഗ്ലാദേശില് അവിടുത്തെ സൈന്യമായിട്ട് കൂട്ടിച്ചേർന്ന് ഇത് നടത്തുമല്ലേ, സൈനിക അഭ്യാസം നടത്തി. അതായത് അവന്മാരെ അവിടെ അവിടുന്ന് കയറാതിരിക്കാൻ വേണ്ടിയാ. എന്തിനു വേണ്ടിയാ? ഇന്ത്യക്കെതിരെ തിരിയുന്നതിന് വേണ്ടി, ചൈനക്കെതിരെ തിരിയുന്നതിനും വേണ്ടി അവിടെ ഒരു സംവിധാനം ഉണ്ടാക്കുക. അപ്പൊ അതിന് ഭീകരരെ കൂട്ടുപിടിക്കാൻ പേരെന്തോ, ലോകത്ത് നോക്കുമ്പോൾ പേരെന്തോ, അവിടെയും ഭീകരരെ ഒതുക്കുന്നതിന് വേണ്ടിയുള്ള രീതി എന്നുള്ള കാര്യമായി പറയുന്നത്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഈ പുറമേ പറയുന്ന വാർത്തകളും അല്ലെങ്കിൽ ഇതിനു വേണ്ടി അതിനു വേണ്ടി എന്ന് പറയുന്നതിനകത്തൊക്കെ വളരെ തെറ്റായ കാര്യം. IMF ഫണ്ട് കൊടുക്കുന്നതിന് വേണ്ടി സിന്ദൂറിന് ശേഷം അല്ലെങ്കിൽ പഹൽഗാം ആക്രമണം നടത്തിയ നിഷ്ഠൂരമായ ആക്രമണത്തിന് സിന്ദൂർ തിരിച്ചടി കൊടുത്തതിന് ശേഷമല്ലേ, അല്ലെങ്കിൽ ആ സമയത്തല്ലേ അമേരിക്ക ഇടപെട്ട് ഏറ്റവും കൂടുതൽ വോട്ടിംഗ് IMF അല്ലെങ്കിൽ ഇതിനകത്തുള്ള അമേരിക്ക ഇടപെടാൻ കൊടുക്കത്തില്ല. അമേരിക്ക എന്ന് പറഞ്ഞ് ശരിയല്ല, ഇത് ചെയ്തുകൂടാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് സംസാരിച്ചിട്ട് അവിടെ ചെന്ന് വോട്ട് ചെയ്തിട്ട് അവർക്ക് പൈസ മേടിച്ചു കൊടുത്തില്ല. അതായത് ഇന്ത്യയെല്ലാം പിറകിലും അവന്മാരാ. അപ്പൊ ഈ ഭീകരന്മാര് ഈ ഇലക്ഷൻ നടന്നുകൊണ്ട് അടി മേടിച്ച് നല്ല പൊച്ചം തിരിഞ്ഞപ്പോൾ പറയത്തില്ലേ, നിവർത്തി കെട്ട് ഭർത്താക്കന്മാര് ഭാര്യമാരെ അടിക്കത്തില്ലയോ? അപ്പം കൂടെ താമസിക്കുകയൊക്കെ ചെയ്യും. നല്ല വൃത്തിയായിട്ട് അടി കിട്ടുമ്പോൾ നീ കാലിനാടാ പോടാ, നീയാടോ എൻ്റെ ജീവിതം നശിപ്പിച്ചു, നിന്നെ കെട്ടിക്കഴിഞ്ഞപ്പോൾ ഇല്ലയോ എല്ലാം നശിപ്പിച്ചെന്നൊക്കെ പറയാം. എന്ന് പറഞ്ഞ ഇവന്മാര് പറഞ്ഞില്ലയോ? ഇപ്പോഴും അമേരിക്കയുടെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത്. അത് ഇറക്കി വെച്ചാൽ അവിടെ ഒരു ആഭ്യന്തരമന്ത്രി നിങ്ങളെ 30 കൊല്ലം കൊണ്ട് ഈ മാതിരി പണി അയക്കുന്നത് നീയൊക്കെ ഇല്ലയോ, എന്നിട്ട് ഞങ്ങളെ ഭീകരവാദികളെന്ന് വിളിക്കുന്നത്? അത് നിവൃത്തിയായിട്ട് പറഞ്ഞ അടി നമ്മൾ വൃത്തിയായിട്ട് കൊടുത്തല്ല, അടി മേടിച്ച് ഊപ്പാട് വന്ന് പറഞ്ഞ ഞങ്ങളല്ല, ഇവന്മാരി പറയുന്നത് വെളിയിൽ നിന്ന് പറയുന്നവർക്കല്ല കാര്യങ്ങൾ. ഇവന്മാർക്ക് വേണ്ടിയാണ് ഞങ്ങൾ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ രാജ്യം നശിപ്പിച്ചു, ഇന്ന് നശിപ്പിച്ചു, എന്നും നശിപ്പിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നവർക്കുള്ള കാര്യമാണ്. കാരണം ഇവനൊരിക്കലും ഇനി രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല. കാരണം ഇവന്മാർ വളരെ വലിയൊരു ഇവിടുത്തെ മുസ്ലിങ്ങളും മുസ്ലിം രാജ്യങ്ങൾ മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്തോന്നറിയോ? എന്നും ഇതിനെ കൂട്ടിത്തല്ലിപ്പിക്കുന്നതിന് വേണ്ടി നിൽക്കുന്ന ഒരു വിഭാഗമാണ് ഇവാഞ്ചലിക്കൽ ക്രൈസ്റ്റ്. അതിൻ്റെ തന്തയാണ് ട്രംപ്. മനസ്സിലാവുന്നുണ്ട്? അതായത് ഈ ലോകത്ത് 2 സമുദായങ്ങൾ തമ്മിലുള്ള മത്സരം കാലങ്ങളായിട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ യുവമാരെ ഇപ്പം തന്നെ സൗദി അറേബ്യ വൃത്തിയായിട്ടൊക്കെ പോവുക. അവിടുത്തെ രാജാവ് ഈ പറയുന്ന ഒരു മോഡേൺ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെ കൂട്ട് പോകണം, തലേ തൊപ്പിയൊക്കെ എടുത്ത് കളഞ്ഞ് പെണ്ണുങ്ങൾക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ ഒരു സ്വാതന്ത്ര്യമൊക്കെ കൊടുത്ത് ആ രാജ്യത്തിൻ്റെ പുരോഗതിയിലേക്ക് നയിക്കുന്നുണ്ട്. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവന്മാർക്ക് മനസ്സിലാവും ഈ രാജ്യം പുരോഗതിയിലേക്ക്. ഇവന്മാർ അവിടെ കൊണ്ടുവന്ന് തന്നെ ഈ അമേരിക്ക പോലെ അല്ലെങ്കിൽ ഇതുപോലത്തുള്ള അവിടെ കൊണ്ടുവന്ന് ഇതുപോലുള്ള സാധനത്തിനെ കൊണ്ടങ്ങോട്ട് ഇട്ട് കൊടുക്കും. എന്നിട്ട് ഈ മതവാ ദൈവവാ മറ്റേതാ പറഞ്ഞിട്ട് ഇത് വളർത്തിയെടുത്തിട്ട് അങ്ങനെയല്ലേ ഇറാൻ എന്ന് പറയുന്ന രാജ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് റസീം ചെയ്ത് നടത്തിയ ഇവന്മാർ തന്നെ ഇവന്മാരുടെ ഇടപെടൽ ഉണ്ടെന്നാ പറഞ്ഞത്, ഉണ്ടെന്നും ഇല്ലെന്നും പറയുന്ന അന്ന് അമേരിക്കൻ എന്തു വലിയൊരു രാജ്യമായിരുന്നു. പാട്ട്, സിനിമ, നമുക്കറിയാം. പണ്ട് പേർഷ്യ എന്ന് പറയുന്ന നമ്മൾ ഇതൊന്നുമല്ല പണ്ട് ഗൾഫിൽ പോകുന്നത്. പേർഷ്യ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇറാനായിരുന്നു. അത്രയും വലിയൊരു രാജ്യമല്ലേ ഈ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു മതത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു ഭരണകൂടം വന്ന് ഈ പറഞ്ഞ ഖമേനി അവന്റെ തന്തയും അവന്റെ അപ്പൂപ്പൻ തന്തയും എല്ലാം കൂടെ വന്ന് നശിപ്പിച്ചില്ലേ? ഇപ്പോഴും ആ മാനസികാവസ്ഥയുള്ള ആൾക്കാർ അവിടെ ജീവിക്കുന്നുണ്ട്. അതുപോലെ ഈ അഫ്ഗാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പണ്ടത്തെ അവസ്ഥ അറിയോ? 2ാം ലോകമഹായുദ്ധത്തിൽ ആ അഫ്ഗാൻ എന്ന് പറയുന്ന രാജ്യം ഈ പറയുന്ന റഷ്യയുടെ ഭാഗമായിട്ട് ഇന്ന് ആ രാജ്യത്തെ നശിപ്പിച്ചായി അമേരിക്ക. അതുപോലെ എത്രയോ രാജ്യങ്ങൾ ഈ പറയുന്ന പോലെ വൃത്തിയായിട്ട് പോയിക്കൊണ്ടിരുന്നത്. അന്ന് ഇത് ഉമാർക്ക് മനസ്സിലാവത്തില്ല. ഇതിനെ ഇങ്ങനെ ഈ ഉമാരെ ഇത് കഴിയുമ്പോൾ ഉമാരെ വിട്ടു കഴിഞ്ഞാൽ തമ്മിത്തല്ല്, ഷിയാ ഷുന്നി എന്നൊക്കെ പറഞ്ഞ് തമ്മിത്തല്ലും, പിന്നെ അഹമ്മദീയർ എന്ന് പറഞ്ഞ വേറെ ഉണ്ട്. ഉമാരെ തമ്മിത്തല്ലി ചത്തോളൂ. എങ്ങനെയായാലും കടിയുണ്ട്. ആരെങ്കിലും കിട്ടിയൊക്കത്തുള്ളൂ. ചില മനുഷ്യരുണ്ട് ഞങ്ങളുടെ നാട്ടിലെ ഒരു വീട്ടുകാരുണ്ട്, അവർക്ക് ആരോടെങ്കിലും കേസ് പറഞ്ഞുകൊണ്ടിരിക്കണം. സത്യം ചിലപ്പോഴുണ്ടാ ആ റോഡിൽ കൂടെ വലിയ ചട്ടമ്പികൾ റോഡുണ്ട് കേട്ടോ. 2 പെൺപിള്ളാരും അല്ലെങ്കിൽ ഒരു വീടാ. അവിടെ മൊത്തം പെണ്ണുങ്ങളെ ഉള്ളൂ. ഒരു ടീച്ചറുണ്ട്, ഒരു അമ്മയുണ്ട്. അപ്പം അവിടുത്തെ വലിയ ചട്ടമ്പികളുണ്ട്. മുണ്ട് പോലും ഉടുക്കാത്തവന്മാർ, എപ്പോഴും മുണ്ട് ഉടുക്കാതെ നടക്കുന്നവന്മാരുടെ കള്ളുമൊക്കെ അടിച്ചിട്ട് ആരെയും വലിയ ഈ വീടിൻ്റെ അവിടെ വരുമ്പോൾ പഞ്ചവുച്ച അടക്കി ഇങ്ങനെ പോകുന്ന കാണാം. കേസോടെ കേസാ. ചുമ്മാ അങ്ങോട്ട് നോക്കിയാൽ പറയും ബലാത്സംഗത്തിന് കേസ് 2 എന്തോ സത്യം. അയ്യോ എന്ന് പറഞ്ഞാലേ യുവമാർക്ക് എന്നും അടി നടത്തിക്കൊണ്ടിരിക്കണം. യുവമാർക്ക് ഇപ്പം ഇസ്രായേൽ ഉണ്ടായതുകൊണ്ട് അടി അങ്ങോട്ട് നടത്താം. ഇസ്രായേലിന്റെ അവിടെയൊക്കെ നിർത്തിയെന്ന് വെച്ചിട്ട് യുവമാർ തമ്മിലടിക്കും, കാരണം കണ്ടെത്തും. അപ്പൊ ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു രാജ്യം. അപ്പം അതുകൊണ്ട്
ഈ പറഞ്ഞ വിമാനത്താവളം ഈ അടുത്ത കാലത്തെങ്ങും പുനർനിർമ്മിക്കാനൊക്കത്തില്ല. ഓരോ ദിവസവും നമ്മൾ പറയത്തില്ല ഈ കടയടച്ചിട്ടേക്കുവാന്നുള്ള ബോർഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, ഉടനെ തുറക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ തടയ്ക്കാൻ തുടങ്ങിയിട്ട് ഓരോ മാസം കഴിയും അടച്ചോണ്ടിരിക്കുക. മാത്രമല്ല ഈ ഇവിടുത്തെ വിമാനത്താവളമൊക്കെ ഉണ്ട് നമ്മുടെ ഈ വുഹാനൊക്കെ അടിച്ച് പരത്തി കളഞ്ഞു. അതൊക്കെ അവരുടെ നിയന്ത്രണത്തിൽ അവർ പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുക അമേരിക്കയുടെ. ബാക്കി കൊടുത്ത ഫണ്ട് കൊടുത്തിട്ട് ഫണ്ടിനനുസരിച്ച് പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കും. ഇപ്പോഴും അടിക്കുമെന്നാ പറഞ്ഞു. എവിടെയെന്ന് അടിക്കുന്നത്? എൻ്റെ മല്ലം പറഞ്ഞതല്ല, നിലത്ത് നിർത്തണ്ടേ അടിക്കാൻ. പൊങ്ങണമെങ്കിൽ വിമാനം പൊങ്ങണമെങ്കിൽ പാതയില്ല, മനസ്സിലായോ? ഞങ്ങൾ അടിക്കും, വരട്ടെ.